ഞാൻ അഞ്ജന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാത്തത്? ഇത് നമ്മൾ പലപ്പോഴായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നതാണ്. പ്രെയർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ലോ ഓഫ് മാനിഫെസ്റ്റേഷനിലെ ശക്തമായിട്ടുള്ള ഒരു ടൂളാണ്. നമ്മളെല്ലാം ഈശ്വരനോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥന എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം ഉത്തരം ലഭിക്കുമെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടാറുണ്ടോ? വളരെ ചുരുങ്ങിയ ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ ഉത്തരം ഡോക്ടർ ജോസഫ് മർഫി തന്റെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞ ബുക്കില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ശരിയായ രീതിയിൽ അല്ല എന്നതാണ് ഇതിന്റെ കാരണം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ചില തെറ്റുകൾ വരുത്തുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ അതിന് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. പക്ഷെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനാദ്യം വേണ്ടത് നമ്മൾ ഏത് ശക്തിയെയാണോ പ്രാർത്ഥിക്കുന്നത് അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ്. ഞാനൊന്ന് വിളിച്ച ആ ശക്തി എന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന ഉറപ്പോട് കൂടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പലപ്പോഴായിട്ട് ആകർഷിച്ചെടുത്തതാണ്. അതായത് നമ്മുടെ ചിന്തകളിൽ കൂടിയും വാക്കുകളിൽ കൂടിയും നമ്മുടെ ഇമോഷൻസിലൂടെയും നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്തതാണ് നമ്മുടെ ജീവിതം എന്ന് പറയാം. ആരാധനാലയം എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മളൊക്കെ പ്രത്യേകിച്ച് അവിടെ പോകുന്ന സമയത്ത് നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയാ. അതായത് എന്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് ജോലിയില്ല, എനിക്ക് കുറെ കടബാധ്യതയുണ്ട്, ഇങ്ങനെ നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള എനർജി ഉള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്താണോ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചും കിട്ടുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഇല്ലായ്മകളും അങ്ങനെയുള്ള ഇമോഷൻസ് നമ്മൾ ഏതൊരു ആരാധനാലയത്തിലും അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കൂടെ തിരിച്ചും വരുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ എനിക്കിപ്പോ കുറെ കാലമായിട്ട് ബാങ്കിൽ ലോൺ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കിടന്ന് വിഷമിച്ച് കരയുന്ന സമയത്ത് നമ്മൾക്ക് ഇനിയും ലോൺ എടുക്കാനും ലോൺ അടയ്ക്കാതിരിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് ആരാധനാലയത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിരിച്ചു കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് അതല്ലേ നമ്മൾക്ക് ആവശ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണോ ഈശ്വരനോട് നന്ദി പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തോട് നന്ദി പറയാനുള്ളത്, ആ കാര്യങ്ങൾ നമ്മളപ്പോ പറയാ. ആ ഒരു സമയത്ത് നമ്മൾക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാനുള്ള അവസരങ്ങളാണ് ലഭിക്കുക. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നു പോകും. അതുകൊണ്ട് ഇനി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ച് പറയുന്ന നേരം കൊണ്ട് നമ്മുടെ ആ ഒരു മൂർത്തിയോട്, നമ്മുടെ ഇഷ്ടദേവനോട്, അല്ലെങ്കിൽ എന്താ പറയാ ആര് തന്നെ ആവട്ടെ ആ ഒരു പ്രപഞ്ച ശക്തിയോട് നമ്മൾ നന്ദി പറയാം. നമ്മൾക്കുള്ള കാര്യങ്ങളിൽ, ദൈവം നമുക്ക് തന്ന കാര്യങ്ങളിൽ നന്ദി പറയാം. നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നടത്തി തരാൻ ഈ പ്രപഞ്ച ശക്തി തയ്യാറാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി ഉയരുകയും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മളിപ്പോ സമ്പത്ത് വർദ്ധിക്കാനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് കരുതുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറഞ്ഞ സാലറി ആണെങ്കിലും അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും കൃതജ്ഞതാ മനോഭാവം ഉള്ളവരാവുകയും അതിന് നന്ദി പറയുകയും ചെയ്യുക. അതായത് നമുക്കിപ്പോ ലഭിക്കുന്ന വരുമാനം വളരെ കുറവാണെങ്കിലും അതിനെ പൂർണ്ണമായും സ്വീകരിക്കുന്ന മാനസികാവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കേണ്ടത് ആ മേഖലയിൽ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് നമ്മൾ നന്ദി ഉള്ളവരായിരിക്കുക എന്നതാണ് പ്രധാനം. അതായത് നമുക്കിപ്പോ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യമുള്ള ഓരോ അവയവങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയും ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന നെഗറ്റീവ് വാക്കുകളെ കുറിച്ച് ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. But thank you so much watching for my video.